ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു പാലക് പനീറാണ് ഉണ്ടാക്കുന്നത്. ഇത് പാലക്ക് നന്നായിട്ട് ഇലയെല്ലാം നല്ല ക്ലീൻ ആയിട്ടുള്ള ഇലയൊക്കെ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വലിയ തണ്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തണ്ട് മാറ്റി വെക്കാം നമുക്ക്. അത് വേണമെങ്കിൽ വേറെ വേവിച്ചിട്ട് അരച്ചെടുത്തിട്ട് ഇതിൽ കറിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് ഞാനിപ്പോൾ ഇത്രയും ഇതിൻ്റെ തണ്ട് എടുത്തിട്ടുള്ളൂ, വലിയ തണ്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്ത് എടുത്തു വെച്ചതാണിത്. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഇത് ലാസ്റ്റ് ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഇത് വളരെ എളുപ്പമാണ്. എല്ലാവരും പറയും ഒരുപാട് പ്രയാസമാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ. അതൊന്നുമില്ല, ഭയങ്കര എളുപ്പമാണ്. ആദ്യം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇത് വല്ലപ്പോഴും ഉള്ളൂ നമുക്ക് ഈ ചീര ഇവിടെ കിട്ടാറുള്ളത്. അപ്പോൾ ഞാൻ പാലക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഇല നോക്കിയെടുക്കുക. ഇനി ഞാനൊരു പാത്രം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ പാലക്ക് അതിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അതിൻ്റെ കൂടാതെ ഞാൻ വേറൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം. കാരണം നമ്മുടെ പാലക്കിൻ്റെ കളറ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് തിളച്ച വെള്ളത്തിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ ഈ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാലക്ക് ചേർത്ത് കൊടുക്കാം. പാലക്കെന്ന് പറയുന്നത് അറിയാലോ, സ്പിനച്ചാണ്. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, ഒന്ന് തിള വന്നാൽ മതി. അധികമൊന്നും തിളച്ച് വെന്ത് പോകുമൊന്നും വേണ്ട. നന്നായിട്ടൊരു തിള വരുന്ന സമയത്ത് അത് എടുത്ത് കോരി മാറ്റി നമുക്ക് ഈ തണുത്ത വെള്ളത്തെ കണ്ടോ നന്നായിട്ട് തിള വന്നതുണ്ടോ. അപ്പോൾ ഇനി നമുക്കിത് കോരി മാറ്റാം. ഇത് നമുക്ക് നമ്മളെടുത്ത് വെച്ച് ഐസ് ക്യൂബിൻ്റെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഒന്നിങ്ങനെ വാടി വന്നാൽ മതി. ഇതെടുത്ത് നമുക്ക് ഐസ് ക്യൂബിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഐസ് ക്യൂബിൽ നിന്ന് ഇത് തണുത്തതിന് ശേഷം, തണുക്കാൻ ഒരുപാട് സമയമൊന്നുമില്ല, ഐസ് ക്യൂബ് ആയതുകൊണ്ട് പെട്ടെന്ന് തണുക്കും. തണുത്തതിന് ശേഷം ഇത് നമുക്ക് കോരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ വെള്ളമൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇനി നമുക്കൊരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കൂടാതെ ഇതിൻ്റെ കളറ് മാറാതിരിക്കാൻ നമുക്കൊരു 2-3 ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ മിക്സി ആണെങ്കിൽ ചൂടാവില്ല, അങ്ങനെയൊന്നുമില്ല. ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മളുടെ സ്പിനച്ചിൻ്റെ കളറ് മാറാതിരിക്കാനും ഒരുപാട് നല്ലതാണിത്. കണ്ടോ, ഞാനിപ്പോൾ ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ പനീർ ഒന്ന് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാനൊരു ചീനച്ചട്ടി വെച്ച് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കരുത്, ഏതെങ്കിലും ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കൂടാതെ ഒരു വലിയ കഷ്ണം ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് പനീർ ഇട്ട് കൊടുക്കാം. ആദ്യം പനീർ ഒന്ന് നമുക്ക് കുറച്ചൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് ഒരു കളറിന് വേണ്ടി മാത്രം ചേർത്ത് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒത്തിരി ഫ്രൈ ആവാൻ പാടില്ല, കാരണം റബ്ബർ പോലെയായി പോവും. അതുകൊണ്ട് ഇതിൻ്റെ കളറൊന്ന് മാറി വരുന്ന അത്ര മാത്രം ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് കോരിയെടുത്ത് മാറ്റി വെക്കാം. അതിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് എണ്ണയും ബട്ടറും കൂടിയുള്ള ഇതിൽ നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്ത് ജീരകം പൊട്ടുമ്പോൾ നമുക്ക് വലിയ ഉള്ളിയാണ് എടുത്തത്. അത് ചെറുതായി അരിഞ്ഞത് അതിൽ ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായി വഴറ്റി കുറച്ചൊന്ന് കളറ് നമ്മളുടെ ഒരു പിങ്ക് കളറായി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം എന്തായാലും മാറി വരണം. ഉള്ളീൻ്റെ അകത്ത് കിടന്ന് മാറി വരുമ്പോൾ തക്കാളി ഒന്ന് സോട്ടായതിന് ശേഷം നന്നായിട്ടൊന്ന് സ്മാഷ് ആയി വന്നതിന് ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. കൂടാതെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലെ പച്ചമണക്ക മസാലകൾ മാറി കഴിയുമ്പോൾ നമുക്ക് പാലക്ക് അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഇപ്പോൾ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് പോരാത്തവർക്ക് ഇനിയും പച്ചമുളക് ചേർക്കുക, അല്ലെങ്കിൽ മുളക് പൊടി ചേർക്കുക. ഇനി ഇത് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം വെന്തതിന് ശേഷം ഞാനിതാ പനീർ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കസൂരി മേത്തിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉലുവച്ചീരയാണേ, അതും കൂടി ചേർത്ത് ജീരകപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി അതിനകത്തേക്ക്, വറുത്ത് പൊടിച്ച ജീരകപ്പൊടിയാണ് വീട്ടിൽ തന്നെ, അതും കൂടി ചേർത്ത് സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കേണ്ടതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാത്തതുകൊണ്ട് ഞാനതിന് നമ്മളുടെ പാലിൻ്റെ പാട എടുത്ത് വെക്കാറുണ്ട്. അതൊന്ന് മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് ലൂസായി കിട്ടുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.